അജ്മാനിൽ മാനസിക നില തെറ്റിയ നിലയിൽ കണ്ടെത്തിയ മലയാളി യുവതിയെ ഒടുവിൽ നാട്ടിലേക്ക് എത്തിക്കുന്നു. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ മേൽനോട്ടത്തിൽ ദുബൈയിൽ ചികിത്സയിലായിരുന്ന 25-കാരി ഇന്ന് രാത്രി നാട്ടിലെത്തും. കോൺസുലേറ്റ് പ്രതിനിധിയും സുഹൃത്തും യുവതിയെ നാട്ടിലേക്ക് അനുഗമിക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് മീഡിയ വൺ ഈ ദുരവസ്ഥ പുറംലോകത്തെ അറിയിച്ചത്. മീഡിയ വൺ ഇംപാക്ട്. അജ്മാനിലാണ് മാനസിക നില തെറ്റിയ നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തിയിരുന്നത്. ദുബൈയിൽ അവർ ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് കോൺസുലേറ്റിന്റെ ഇടപെടലിലൂടെ അവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചത്. ഇന്ന് രാത്രി നാട്ടിലേക്ക് എത്തുകയാണ്. ആലപ്പുഴ സ്വദേശിയാണ്. മീഡിയ വണ്ണാണ് ഇവരുടെ വാർത്ത ലോകത്തെ അറിയിച്ചത്. അവരുടെ ബുദ്ധിമുട്ടിൽ ഇടപെടുകയും കോൺസുലേറ്റുമായി ബന്ധപ്പെടുകയും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന നിരവധി സന്നദ്ധ പ്രവർത്തകരെല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ അവർക്ക് തിരിച്ച് നാട്ടിലെത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊടുത്തത് എന്നുള്ളതാണ്. വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. എന്തായാലും നാട്ടിലേക്ക് എത്തുക, അത്രയധികം മാനസിക നില മോശമായ നിലയിലായിരുന്നു അവരെ കണ്ടെത്തിയിരുന്നത്. ആ സമയത്ത് തന്നെ വലിയ ഇടപെടൽ സന്നദ്ധ പ്രവർത്തകർ നടത്തി. അത് മീഡിയ വൺ വാർത്തയാക്കുകയും ചെയ്തു. പിന്നീടാണ് കോൺസുലേറ്റിന്റെ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായത്. പെൺകുട്ടിയെ അവർ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആ ചികിത്സയ്ക്ക് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പെൺകുട്ടി നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശിയാണ്. നാട്ടിലെത്തിയ ശേഷമായിരിക്കും മറ്റ് ചികിത്സ തുടരുക എന്ന് മനസ്സിലാക്കുന്നു. ശാരീരികമായും മാനസികമായും തകർന്ന നിലയിലായിരുന്നു ഇവരെ കണ്ടെത്തിയത്. നാട്ടിൽ ചികിത്സയ്ക്കുള്ള ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഷിനോ ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ് വലിയ ആശ്വാസത്തിലായിരിക്കുമെന്നറിയാം. കാരണം ഒരാളുടെ ജീവിതം അത് കൈവിട്ടു പോയ സമയത്ത് തിരിച്ചു പിടിക്കാൻ കൂടെ നിന്നതിന്റെ ഒരു സംതൃപ്തിയും ഉണ്ടാകും എന്നും അറിയാം. എന്തായാലും നാട്ടിലേക്ക് ആ പെൺകുട്ടി തിരിച്ചു വരികയാണ്. ചികിത്സയുടെ കാര്യത്തിലൊക്കെ എന്ത് തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്? എപ്പോഴാണ് നാട്ടിലെത്തുക? ധന്യ, യു എയിലെ പ്രവാസികളെ സംബന്ധിച്ചോളം വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണിത്. ദുബൈ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ശക്തമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. ഈ പെൺകുട്ടിയെ ഇത്രയും ദിവസം ചികിത്സിക്കുകയും അതേപോലെ തന്നെ പരിപാലിക്കുകയും ചെയ്തത് ഇന്ത്യൻ കോൺസുലേറ്റാണ്. ഇപ്പോൾ നാട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോഴും ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പ്രതിനിധിക്കൊപ്പമാണ് നാട്ടിലേക്ക് അയച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ ഒരു സുഹൃത്ത് കൂടി നാട്ടിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടൽ. പ്രത്യേകിച്ച് ഡോക്ടർ താഹിറ, അതേപോലെ തന്നെ അജ്മാനിലുള്ള സാമൂഹ്യ പ്രവർത്തകർ. അജ്മാനിലുള്ള സാമൂഹ്യ പ്രവർത്തകരാണ് ഇവരെ ആദ്യം അജ്മാൻ പോലീസിലും പിന്നീട് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ അഭയകേന്ദ്രത്തിലും ഈ പെൺകുട്ടിയെ എത്തിക്കുന്നത്. സുരക്ഷിതമായി ആ കുട്ടിയെ ചികിത്സിക്കാനും അതേപോലെ തന്നെ ഇപ്പോൾ നാട്ടിലെത്തിക്കാനും സാധിച്ചിരിക്കുന്നു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം കൂടി ഇപ്പോൾ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകർക്കുണ്ട്. ധന്യ.